ആതിരയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാരണക്കാരൻ ഞാനായതുകൊണ്ട്. അതെ, ഞാൻ തന്നെയാണ് അതിന്റെ ഉത്തരവാദി. സന്ദീപേ, നീ എന്തൊക്കെ? സത്യമാണ് എടുത്തി. എന്നെ തല്ലിയാലും കൊന്നാലും എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയും. എന്നെ വിടാൻ. ഞാനൊരു നട്ടലില്ലാത്തവനാണെന്ന് എല്ലാവരും പരിഹസിച്ചിട്ടും ഞാൻ ഇത്രയും നാളും മിണ്ടാതിരുന്നത് എന്റെ അച്ഛനോർത്തിട്ട് മാത്രം. എന്റെ നിൽക്കുന്ന വീട്ടുകാരെ ഓർത്ത. ഇനി ഞാനല്ല എന്റെ അച്ഛനോട് പറഞ്ഞില്ലെങ്കിൽ ആതിരയോട് ഞാൻ ചെയ്യുന്ന ക്രൂരതയാവും അത്. ഞാനും ആതിരയും തമ്മിൽ കുറെ നാളെ ഇഷ്ടത്തില. ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരാ. സന്ദീപേ, എഴുത്തി പ്ലീസ് മിണ്ടാതിരിക്കെ. ഇനി എന്റെ വാ അടുപ്പിക്കണ്ട. പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടേ ഇനി സന്ദീപ് നിർത്തൂ. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്നും ആതിരെ ഞാൻ സ്നേഹിക്കുന്നുവെന്നും. ഇപ്പോഴും അതങ്ങനെ തന്നെയാ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഇനി ഒരിക്കലും അതിന് പറ്റുകയില്ല. പിന്നെ നീ എന്തിനാ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? നീ എന്നോടല്ലല്ലോ, അച്ഛനോടല്ലേ സമ്മതം പറഞ്ഞത്? നീ എന്താ എല്ലാരും പറ്റിച്ചതാണോ? അത് എന്റെ നിവൃത്തികേട്. അച്ഛന്റെ ഏതോ ഒരു ബിസിനസ്സില് പഴയൊരു ശത്രു എന്നെ ഫോൺ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവന്തിയെടുത്തി അടക്കം എല്ലാവരും കൊല്ലുവന്നു. അതാ ഞാൻ അനക്കായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. ഏട്ടത്തിയോട് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അനക്ക് എനിക്ക് ഇഷ്ടമല്ലെന്ന്. ഇപ്പൊ അവന്തിക്ക് എന്ത് പറയാനുണ്ട്? ഞങ്ങൾക്കറിയാമായിരുന്നു എന്റെ അനിയത്തിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഇവൻ തന്നെയാണെന്ന്. പിന്നെ ഇത്രയും നേരം മിണ്ടാതിരുന്നത് ഇവനിത് ഏറ്റു പറയൂല്ലയോ എന്ന് അറിയാത്തതുകൊണ്ടാ. മറ്റാരെ എനിക്ക് ബോധിപ്പിക്കണ്ട. എനിക്ക് എന്റെ അച്ഛനെ മാത്രം വിശ്വസിപ്പിച്ചാൽ മതി. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കണം അച്ഛൻ. വലിയൊരു തെറ്റാ ഞാൻ ചെയ്ത്. അങ്ങനെ ക്ഷമ ചോദിച്ചാൽ തീരാവുന്ന തെറ്റാണോടാ ഇത്? നീ ഇപ്പൊ കളിച്ചത് ആതിരയുടെ ജീവിതം കൊണ്ട് മാത്രമല്ല, അനഘയുടെയും കൊണ്ടാ. ഇപ്പൊ ഇതെല്ലാം ഇവിടെ നടന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്തേനെ? നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിട്ടല്ല ഞാനിപ്പോ നിന്നെ തല്ലിയത്. നീ എന്നെ ചതിച്ചതുകൊണ്ടാ. സേതു, ഇനി കുറ്റപ്പെടുത്തിയിട്ട് വേറെ ആരും സംസാരിക്കണ്ട. ഞാൻ സംസാരിക്കുന്നത് എന്റെ മകനോടാ. ഇവനും ആതിരയും ഇഷ്ടത്തിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു അല്ലേ? എന്നിട്ട് നിങ്ങൾ പോലും എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. എല്ലാവരും കൂടി എന്നെ ചതിക്കുമായിരുന്നു എന്നല്ലേ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്റെ മകൻ ഒരു പൊറുക്കാൻ പറ്റാത്ത തെറ്റ് നിങ്ങളുടെ മകളോട് ചെയ്തിട്ടും
നിങ്ങൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അവരെങ്ങനെ പ്രതികരിക്കുവച്ചാ? ആതിരെ സന്ദീപിനെ കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നല്ലോ ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ്. അതേത് വിധേനയായാലും ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാ ഞാനിത് അറിഞ്ഞപ്പോ മുതല് ഇവന്റെ പുറകെ നടന്ന് വേണ്ട വേണ്ടാന്ന് പറഞ്ഞത്. ഞാനിപ്പോ ഇവളെ എന്താ ചെയ്യേണ്ടത്? കൊല്ലണോ ഞാൻ? നിങ്ങളുടെ മകളെ പോലെ ഒരു പെണ്ണ് തന്നെയല്ലേ ഇവളും? ആ ചെറുക്കനെ ഓരോന്ന് പറഞ്ഞ് മയക്കിട്ട് അവന്തി എന്താ ഈ പറഞ്ഞു വരുന്നത്? എന്റെ മോള് മാത്രം കുറ്റക്കാരി എന്നാണോ? ഈ നിൽക്കുന്നവൻ ഞങ്ങളുടെ വീട്ടു നട വന്ന് പറഞ്ഞതാ. സേതുവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ആതിരെ പെണ്ണ് ചോദിക്കാൻ അങ്ങോട്ട് വരാന്ന്. എന്താ സന്ദീപേ, നീ പറഞ്ഞില്ലേ? എന്റെ മോളെ ഞാൻ ന്യായീകരിക്കല്ല, പക്ഷെ അവളെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്റെ മോളുടെ മനസ്സിനെ വിഷമിപ്പിച്ച് അവൾക്ക് നഷ്ടപ്പെടാനുള്ളത് മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ട് ഇവൻ അനഘയെ കെട്ടാൻ തയ്യാറായി. അതെന്ത് കാരണം കൊണ്ടായാലും ഇവൻ എന്തിനാ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? അപ്പൊ നിങ്ങളുടെ ഈ ചെറുക്കനെ ഞങ്ങൾ ഏത് കൂട്ടത്തിൽ കൂട്ടണം? ഞങ്ങൾ പാവങ്ങളാണെന്ന് കരുതി തലേ കയറുന്നൊരു അതിരുണ്ട് അവന്തിക്ക്. നിൽക്കുന്നു നിന്നെ ചതിച്ചവൻ. ചോദിക്കണേ അങ്ങോട്ട്, എന്തിനാ നിന്നെ ചതിച്ചവന്ന്? ഞങ്ങൾ ഇവളെ മര്യാദയ്ക്ക് തന്നെയാ വളർത്തിയത്. ഇവൾ ഓരോന്ന് പറഞ്ഞപ്പോ മയങ്ങി വീണെങ്കിലേ അത് നിങ്ങൾ തന്നെ ഓർത്തു നോക്കിയാ മതി എന്ത് കാരണം കൊണ്ടാന്ന്. എന്തൊക്കെ നിന്ന് ന്യായീകരിച്ചാലും ഇവനെ കുറ്റപ്പെടുത്തിയാലും വിവാഹത്തിന് മുന്നേ ഒരാളോടൊപ്പം താമസിക്കേ അതില് ഗർഭിണിയാവുകയും ചെയ്യാന്ന് പറഞ്ഞ നിങ്ങളുടെ മോളെ പതിവൃതയാണെന്നൊന്നും അല്ലല്ലോ അതിനർത്ഥം. ഇപ്പൊ തൃപ്തി ആയാലോടോ നിനക്ക്? എന്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിച്ച് അവളെ ഈ അവസ്ഥയിൽ എത്തിച്ചപ്പോ നിനക്ക് മതിയായോ? ഞാൻ നിന്നെ ഇവിടെ ഇട്ട് തല്ലാത്തത് നീ ചെയ്ത തെറ്റ് അതേപടി എന്റെ അനിയത്തിയും ചെയ്തുകൊണ്ടാ. ഇവൻ എന്ത് തെറ്റിയതെന്നാ നിങ്ങളൊക്കെ പറയുന്നേ? ഇവനൊരാണാ. നിങ്ങളുടെ മോളുടെ സംസാരത്തിൽ ഇവൻ വീണുപോയെന്ന് വരും. ഇവളെന്താ ബോധമില്ലാതെ നടക്കാണോ? വിവാഹം കഴിഞ്ഞിട്ടില്ലെന്നും മറ്റൊരാളുടെ കൂടെ പോകുന്നത് തെറ്റാണെന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ലേ ഇവക്ക്? അതിന് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് ഏട്ടത്തിയോട് ആര് പറഞ്ഞു? സന്ദീപിന്റെ ആതിരയുടെ വിവാഹം കഴിഞ്ഞു. ഈ നിമിഷവും ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാര് തന്നെയാ. ഞാനാ ഇവരുടെ വിവാഹം നടത്തിക്കൊടുത്തത്. അതും സന്ദീപ് ആതിരെ ആവശ്യപ്പെട്ടിട്ട് തന്നെ. അത് സൗകര്യം പോലെ എല്ലാരോടും പറയാന്ന് കരുതിയെങ്കിലും പറ്റില്ലെന്നേ ഉള്ളൂ. നീ അപ്പൊ എന്നെ ചതിക്കായിരുന്നല്ലേ? കൊല്ലം ഞാൻ നിന്നെ. നീ എന്തേ കാണിക്കുന്നേ? നിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഇരുന്ന ഇവൻ മറ്റൊരുത്തെ രഹസ്യമായി വിവാഹം കഴിച്ച് ഗർഭിണിയാക്കിയിട്ട് പിന്നെ ഞാൻ മിണ്ടാതിരിക്കണോ? നീ ഇതിനനുഭവിക്കും സന്ദീപേ, അനുഭവിക്കും. നോക്കിക്കോ. അച്ഛാ, മിണ്ടരുത് നീ. ഈ കുടുംബത്തെയും എന്നെയും ഈ നിൽക്കുന്നവരെയൊക്കെ ചതിച്ചിട്ട് വീണ്ടും നിന്ന് വർത്തമാനം പറയുന്നു. ഇവനും ഇവളും വന്ന് പറഞ്ഞ ഉടൻ നീ എല്ലാം അങ്ങ് നടത്തി കൊടുക്കാനിരിക്കുവാണെങ്കിൽ പിന്നെ ഈ ഞങ്ങളൊക്കെ എന്തിനാണ്? ഇനിയും ഞാനിവിടെ നിന്നാൽ പരിസരം മറന്ന് പലതും ചെയ്തെന്നും പറഞ്ഞെന്നും വരും. ഒന്നു മാത്രം പറയാം, നന്ദിയുണ്ട് എല്ലാവരോടും. അച്ഛാ,
എനിക്ക് അച്ഛനോട് ചിലത് പറയാനുണ്ട്. ഇവൻ കാരണോ ഈ വിവാഹം ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഇവൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാ സന്ദീപ് ഈ വിവാഹത്തിന് സമ്മതിച്ചത്. പറഞ്ഞു കൊടുക്കടാ. ഞാനും നന്ദനും ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു. ഒരു ബിസിനസ്സിൽ ഞങ്ങളൊന്ന് തെറ്റി. അതിന്റെ വാശിക്ക് ഇവൻ ചെയ്തതാ ഈ ബ്ലാക്ക് മെയിലിംഗ്. ഇനി എനിക്ക് അച്ഛനോട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പണ്ട് നടന്നതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ ഇവിടെ നടന്ന വല്ലോ അറിഞ്ഞോ നീ? അതോ ഇനി നീയും കൂടി അറിഞ്ഞോണമല്ലോ? അച്ഛൻ പറയുന്നത്? സന്ദീപും ആതിരയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നുവെന്നും നിന്റെ ഭാര്യ രഹസ്യമായി അവരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചുവെന്നും നിനക്കറിയാമായിരുന്നു എന്നാ ഞാൻ ചോദിച്ചത്. അറിയില്ലായിരുന്നു. സച്ചിനറിയാതെ ഞാൻ ഇതൊക്കെ ചെയ്ത്. അപ്പൊ നിന്റെ അറിവിലേക്ക് ഒന്നുകൂടി കേട്ടോ, നിന്റെ അനിയൻ ഒരച്ഛനാകാൻ പോകുന്നുവെന്ന്. മുന്നും പിന്നും നോക്കാതെ നിന്റെ ഭാര്യ ചെയ്തതിനൊക്കെ ഇത്രയും പേരിവിടെ തല താഴ്ത്തി നിൽക്കുക. ഇന്ന് വിവാഹ ജീവിതം സ്വപ്നം കണ്ട് കഴിഞ്ഞൊരു പെൺകുട്ടി ദേ ആ മുറിയിൽ നെഞ്ച് തകർന്നിരിപ്പുണ്ട്. ആര് സമാധാനം പറയും? നീയോ ഞാനോ അറിയാതെ നിന്റെ ഭാര്യ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ മകൻ നല്ലൊരു ഭർത്താവാണോ എന്ന് ഒന്ന് ആലോചിച്ചു നോക്ക്. ഒരുത്തൻ പണ്ടേ പോയി, ബാക്കിയുള്ള രണ്ടെണ്ണവും അതേപോലെ എങ്ങോട്ടെങ്കിലും പോകുന്നത് തന്നെ നല്ലത്. എനിക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു, എന്റെ മക്കളെയും മരുമക്കളെയും ഓർത്തിട്ട്. അതിന് ഈശ്വരൻ തന്ന ശിക്ഷയായത്, എല്ലാവരെയും വിശ്വസിച്ചതിന്. അച്ഛാ, ഇവർ തമ്മിൽ സ്നേഹത്തിലാണെന്ന് അറിഞ്ഞപ്പോ തന്നെ പലവട്ടം ഞാൻ അച്ഛനോട് ഇതേപ്പറ്റി സംസാരിക്കണമെന്ന് കരുതിയതാ. സന്ദീപും ആതിരയും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതാ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയെങ്കിലും അതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കൂടെ അച്ഛാ? നിന്റെ ഭാര്യ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നിടത്ത് ഇനി എന്റെ തീരുമാനത്തിനും അഭിപ്രായത്തിനും എന്താ പ്രസക്തി? അതുകൊണ്ട് ഇനിയുള്ളതും നിന്റെ ഭാര്യ തന്നെ തീരുമാനിക്കട്ടെ. സന്ദീപിന്റെ ആതിരയുടെ വിവാഹം കഴിഞ്ഞു. ഞാനിപ്പോ ഇവിടെ എന്താ ചെയ്യേണ്ടത്? കൊല്ലണോ ഞാൻ? എടുത്തി, അച്ഛനോടൊപ്പം ഒന്നും ചോദിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല. അതുകൊണ്ട് നമുക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാം. എന്നിട്ട് അച്ഛനോട് പറയാം. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ആതിര ഇനി മുതൽ ഇവിടെ നിൽക്കട്ടെ. അവരുടെ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അതല്ലേ നല്ലത്? അല്ലല്ല, അതല്ല നല്ലത്. ഗർഭിണിയായ മോളെ മാഷും കമലെടുത്തും കൂടെ കൊണ്ടുപോട്ടെ. ആരെങ്കിലും പുറത്തുനിന്ന് കണ്ട് ചോദിച്ചാ 3-ാം മാസം വിളിച്ചോണ്ട് പോയതാണെന്ന് നമുക്ക് പറയാലോ. അർച്ചനയ്ക്ക് നാണോ ഇല്ലേ ഇത് പറയാൻ? അവരുടെ രണ്ടുപേരുടെയും വിവാഹം ഒളിച്ചൊളിച്ച് നടത്തി കൊടുത്തിട്ട് അവരായിട്ടുണ്ടാക്കിയ നാണക്കേട് മാറ്റാൻ അനിയത്തിക്ക് ചേച്ചിയുടെ സഹായം. കൊള്ളാം. അർച്ചന നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എടത്തി, കുറെ നേരം ഈ പരിഹാസം തുടങ്ങിയിട്ട്.
അനഘ വന്ന് സന്ദീപിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ എടുത്ത് അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ തീരുമാനിച്ചില്ലേ? അത് തന്നെ ഞാനും ചെയ്തോളൂ. ഞാൻ തീരുമാനിച്ചത് ഈ വീട്ടിലെ അച്ഛന്റെ സമ്മതവും വാങ്ങി നാട് മുഴുവൻ അറിയിച്ചിട്ടാ. അല്ലാതെ ഒളിപ്പിച്ചൊളിപ്പിച്ച് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി രഹസ്യ വിവാഹവും നടത്തി അവർക്ക് ബാക്കി എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്ത് ഗർഭിണിയാക്കിയിട്ടല്ല. ഇവള് ഗർഭിണിയെന്നല്ല, ഇവളിവന്റെ കുഞ്ഞിനെ പെറ്റുകിടന്നാലും ശരി, ഇവളെ ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഏട്ടത്തിയുടെ സമ്മതം ഇല്ലെങ്കിലും അച്ഛന്റെ സമ്മതം ഞങ്ങൾ വാങ്ങിച്ചോളാം. അച്ഛാ, ഞങ്ങളാരും പറയാതെ തന്നെ കാര്യങ്ങൾ ഏകദേശം അച്ഛനും അമ്മയ്ക്കും ബോധ്യപ്പെട്ടല്ലോ. ഇനി ആതിരെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ശരിയാവില്ല. അതുകൊണ്ട് ആതിര ഇവിടെ നിൽക്കട്ടെ അച്ഛാ. പറ്റില്ലെങ്കിലോ? സച്ചിയുടെ അച്ഛൻ നിന്നോട് എന്തെങ്കിലും തീരുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടത്തെ ഈ വീട്ടിലെ കാര്യം, വൃന്ദാവനത്തിലെ കാര്യമല്ല. അവിടെയെല്ലാം തീരുമാനിക്കാൻ ഞങ്ങളുണ്ട്. ആതിരെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് എന്തിനാ? ഇപ്പൊ അവന്തിക പറഞ്ഞത് വെച്ച് നോക്കുമ്പോ കുറ്റം ചെയ്തത് മുഴുവൻ ആതിരയാ. കൂട്ടുനിന്നത് നീയും. ഇതിവിടെ എല്ലാവരുടെ ഉള്ളിലുള്ള കാലം ഇവൾക്കിവിടെ ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? അത് മാത്രമാണോ? ഇതിനെല്ലാത്തിനും ഉത്തരവാദിയായവൻ ഒരക്ഷരവും മിണ്ടാതെ നിൽക്കുന്നു. ഇതൊന്നും അല്ലെങ്കിൽ തന്നെ ആതിരയെ ഞാനിവിടെ നിർത്തില്ല. അച്ഛാവാ, നമുക്കിറങ്ങാം. അനുപേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിങ്ങൾ ഇപ്പൊ ഇവിടെ കൊണ്ടുപോയാ പിന്നീട് ആതിര ഇങ്ങോട്ട് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാവും. അല്ലെങ്കിലും ഇനി അവളെ ഇവിടേക്ക് വിടുന്നില്ല. ഈ വീട്ടിലേക്ക് ഇനി ആതിര വരില്ല. ഇപ്പൊ ഉണ്ടായതിനൊക്കെ ഞാൻ പരിഹാരം കണ്ടോളാം. നിനക്കറിയാലോ ഞാൻ അങ്ങനെ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന്. അനുപേട്ട, ഇതിൽ വേറെ ആരെയും കുറ്റപ്പെടുത്തണ്ട. തെറ്റ് മുഴുവൻ എന്റെയും ആതിരയുടെ ഭാഗത്താണ്. ആ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരമായി കണ്ട് ആതിരെ കൊണ്ടുപോരുത്. സന്ദീപ്, നിനക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? അനൂപ് പറഞ്ഞു കേട്ടില്ലേ, ആതിരെ ഒരിക്കലും ഇനി ഇവിടെ നിർത്താൻ പറ്റില്ലാന്ന്. അവന്തികടത്തി, ഈ സംഭവങ്ങളൊക്കെ പുറത്തറിഞ്ഞ നാണക്കേടാവും. ആ നാണക്കേട് മാറ്റാൻ ആകെയുള്ള വഴി ഇതാണ്. നാണം കെടണം, എല്ലാവരും നാണം കെടണം. അല്ലെങ്കിൽ തന്നെ നാളെ നമുക്കെന്ത് നാണക്കേട്? പെൺമക്കളെ മര്യാദയ്ക്ക് വളർത്താത്തവരെ ഇങ്ങനെ നാണം കെടുക തന്നെ ചെയ്യും. അതിൽ അത്ഭുതമൊന്നുമില്ല. അവന്തിക കുറെ നേരം ആയല്ലോ ഞങ്ങളെ കുറ്റം പറയുന്നു. അനിയത്തിയുടെ വിവാഹം മുടങ്ങിയതിന്റെ വിഷമാണെങ്കിലും ഞങ്ങളെ എന്തും പറയാന്നുള്ള ലൈസൻസ് ഒന്നും ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല. ഈ നിൽക്കുന്ന അച്ഛനും അമ്മയും 2 പെൺമക്കളെയും നല്ലതുപോലെ തനിയെ വളർത്തിയത്. പിന്നെ ഞങ്ങൾക്ക് പണവും പത്രാസും കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. ആരെയും മനഃപൂർവ്വമായിട്ട് വേദനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുപോലെ സന്ദീപിനെ പോലെ ഒരുത്തം പുറകെ നടക്കുമ്പോഴും ഇഷ്ടമാണെന്ന് പറയുമ്പോഴും അത് ചതിക്കാനാണെന്ന് തിരിച്ചറിയാതെ വലയിൽ വീണു പോവും. ഏയ് മതി. നമ്മുടെ കുട്ടിക്ക് ഇങ്ങനൊരവസ്ഥ വന്നു. അത് വളർത്തിയ നമ്മുടെ കൂടെ കുഴപ്പമാണ്. അതിൻ്റെ പേരിൽ വഴക്ക് കൂടിയിട്ടോ നമ്മളും ഇവിടെയുള്ളവരും തമ്മിൽ തല്ലിപ്പിരിഞ്ഞിട്ടോ കാര്യമില്ല. ഇനി എന്താണ് പോംവഴിയെന്ന് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ആലോചിക്കാം. അതല്ലേ നല്ലത്? അതെ, ഇപ്പൊ ദേഷ്യത്തോടെ ഒരു തീരുമാനം എടുക്കണ്ട. പിന്നെ അവന്തിയെ, പറയുമ്പോ വാക്കുകൾ സൂക്ഷിച്ചു വേണം പറയാൻ, കേട്ടോ. ഏതൊരു സാഹചര്യത്തിലായാലും അവസ്ഥയിലായാലും കേൾക്കുന്നവർക്ക് ക്ഷമിക്കാൻ പറ്റുന്നതേ പറയാവൂ. ദാ, എന്റെ മകൾ ഈ അവസ്ഥയിൽ നിന്ന് കരയുമ്പോഴും ഞങ്ങൾ ഇവിടുത്തെ ചെറുക്കനെ കൂടുതലായിട്ടൊന്നും പറയാത്തതേ ഇവളെ പോലെ തന്നെ ദാ എന്റെ മറ്റൊരു മകൾ ഇവിടെ മരുമകളായിട്ട് നിൽക്കുന്നത് കൊണ്ടാ. ആ ബന്ധത്തിനൊരു വിള്ളൽ വീഴണ്ട എന്ന് കരുതിയിട്ടാ. അല്ലെങ്കിൽ അവന്തിക പറയുന്നതിനൊക്കെ മറുപടി പറഞ്ഞിട്ടേ കമല ഇവിടുന്ന് പോകൂ. ഇനി കൂടുതൽ പറയാനും കേൾക്കാനും ഒന്നുമില്ല. നമുക്കിറങ്ങാം. വാ മാഷേ. അമ്മേ, അർച്ചന പറഞ്ഞതുപോലെ ആതിര ഇവിടെ നിർത്തിയിട്ട് പൊയ്ക്കൂടെ? അത് വേണ്ട സച്ചി, അത് ശരിയാവില്ല. അനുപേട്ടാ, എനിക്കൊന്നും കേൾക്കണ്ട.
നീ പറഞ്ഞതൊക്കെ കേട്ട് കേട്ടാ ഞങ്ങൾ ഇങ്ങനെ ആയത്. ഇനി എന്ത് പറഞ്ഞാലും ശരി, ആതിരി അവിടെ നിർത്തുന്ന പ്രശ്നമില്ല. അത് അനുപേട്ട മാത്രം പറഞ്ഞ പോരല്ലോ. സന്ദീപും ആതിരയും വിവാഹം കഴിഞ്ഞവരല്ലേ, അവർക്ക് അവരുടേതായ തീരുമാനം കാണില്ലേ? ഞാനായിട്ടെല്ലാം ഉണ്ടാക്കി വെച്ചെന്നല്ലേ പറയുന്നത്. അപ്പോ ഞാനായിട്ട് തന്നെ എല്ലാം തീർത്തോളാം. അതിലും അനുപേട്ടൻ ഇടപെടണമെന്നില്ല. ഇത്രയൊക്കെ കാണിച്ചു വെച്ചതും പോരാ, വീണ്ടും അഹങ്കാര വർത്താനം പറയുന്നു. ഒരു ഭർത്താവും ഭാര്യയും. എന്റെ അനിയത്തി ഇവിടെ ആരും ചവിട്ടിത്തേക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. മുന്നും പിന്നും നോക്കാതെ അവള് നിന്നോട് പറഞ്ഞപ്പോ അവളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം നീ എന്താ ചെയ്തത്? എന്നിട്ടിപ്പോ എന്തായി? അവളുടെ ഭാവിയും തുലച്ച് കുടുംബത്തിന്റെ സമാധാനവും കളഞ്ഞില്ലേ? ഇനി എനിക്കറിയാം എന്ത് പരിഹാരം ചെയ്യണമെന്ന്. ആ പരിഹാരം ആതിരെ ഈ കുടുംബത്തിലേക്ക് കയറ്റാനാവരുത്. ഇനി എത്ര വർഷം കഴിഞ്ഞാലും അത് നടക്കാൻ പോകുന്നില്ല. ആതിരയുടെ വയറ്റില് സന്ദീപിന്റെ കുഞ്ഞുള്ളതൊരു പ്രശ്നമാണെങ്കിൽ അത് അങ്ങ് അബോർഷൻ ചെയ്ത് കളയണം. ഇതൊക്കെ അത്രത്തോളേ ഉള്ളൂ. അതിന് ഇങ്ങനെ നിലവിളിച്ച് കരയേണ്ട കാര്യമൊന്നുമില്ല.